ഹായ് വ്യൂവേഴ്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ അറബികളുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കുന്ന, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് വാചകങ്ങളും അറബികളുടേതായ ഒരു മര്യാദയുടെ രീതിയിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഇൻ്റർവ്യൂവിന് മുഖാബല എന്ന് പറയും. ഇൻ്റർവ്യൂവിന് മുഖാബല. വളരെ മാന്യതയോടും കൂടി, പുഞ്ചിരിയോടുകൂടി, പ്രസന്നതയോടുകൂടി വേണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ മാന്യതയുടെ വരൂ, ഇരിക്കൂ എന്നൊക്കെ അറബിയിൽ പറയുകയാണെങ്കിൽ പുരുഷനോടാണ് പറയുന്നതെങ്കിൽ ഫല്ലൽ എന്ന് പറയും. സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ ഫല്ലലി എന്ന് പറയും. ഇനി അവർ നിങ്ങളോട് പുരുഷനോടാണെങ്കിൽ ഇരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അറബിയിൽ ഇസ്തരിഹ് എന്നാണ് പറയുക. പുരുഷനോടാണെങ്കിൽ ഇസ്തരിഹ് എന്നും സ്ത്രീയോടാണെങ്കിൽ ഇസ്തരീഹി എന്നും പറയും. ഇനി അവർ അറബിയിൽ നിങ്ങളെക്കുറിച്ച് പറയൂ എന്നതിന് അരിഫ്നി അൻക ലൗ സമഹ്ത എന്ന് പറയും. നിങ്ങളെക്കുറിച്ച് പറയൂ എന്നതിന് അരിഫ്നി അൻക ലൗ സമഹ്ത. അത് ഒരു പുരുഷനോടാണെങ്കിൽ. സ്ത്രീയോടാണെങ്കിൽ അരിഫ്നി അൻകി ലൗ സമഹ്ത എന്ന് പറയും. ഉദാഹരണത്തിന്, നിങ്ങൾ പുരുഷനാണെങ്കിൽ അന മുഹമ്മദ്, ഞാൻ മുഹമ്മദ് എന്നും, ഇനി സ്ത്രീയാണെങ്കിൽ അന ആയിഷ, ഞാൻ ആയിഷ എന്നും പറയാം. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും പ്രസന്ന മുഖത്തോടു കൂടി പറയണം. ഇനി നമ്മൾ ഏത് നാട്ടിൽ നിന്നാണ് വന്നത് എന്ന് പറയാൻ അന മിനൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അന മിനൽ ഹിന്ദ്. ഇനി പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ അന മിൻ പാകിസ്ഥാൻ. ഇനി അമേരിക്കയിൽ നിന്നാണെങ്കിൽ അന മിൻ അമേരിക്ക. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്നതിന് അന മിനൽ ഹിന്ദ്. ഇനി അടുത്ത അവർ വിദ്യാഭ്യാസ യോഗ്യതകൾ ചോദിക്കും. അതിന് മുഅഹലാത്ത് എന്നാണ് പറയുക. വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് മുഅഹലാത്ത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പറയാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കൊമേഴ്സ് ബിരുദധാരിയാണെങ്കിൽ ഇന്ദി ഷഹാദത്തു ഫി തിജാറ, ഞാനൊരു കൊമേഴ്സ് ബിരുദധാരിയാണെന്ന് പറയാം. ഇന്ദി ഷഹാദത്തു ഫി തിജാറ, ഇന്ദി ഷഹാദത്തു ഫി തിജാറ. കൊമേഴ്സ് ബിരുദത്തിന് ഷഹാദത്തു ഫി തിജാറ എന്ന് പറയും. ഇനി നിങ്ങൾക്ക് എത്രത്തോളം അനുഭവ പരിചയമുണ്ട് എന്ന് ചോദിക്കുന്നതിന് വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കം ഖിബ്റത്തുക. പുരുഷനോടാണെങ്കിൽ കം ഖിബ്റത്തുക, സ്ത്രീയോടാണ് ചോദിക്കുന്നതെങ്കിൽ കം ഖിബ്റത്തുക്കി എന്നവർ ചോദിക്കും. 5 വർഷത്തെ അനുഭവ പരിചയമുണ്ട് എന്നെങ്ങനെ പറയാം? ഹംസ സനവാത്തുൻ, അക്കൗണ്ടിങ്ങിൽ 5 വർഷത്തെ അനുഭവ പരിചയമുണ്ട്. ഹംസ സനവാത്തുൻ ഫിൽ മുഹാസബത്തി, 5 വർഷം അക്കൗണ്ടിങ്ങിൽ പരിചയമുണ്ടെന്ന് എങ്ങനെ പറയാം? ഹംസ സനവാത്തുൻ ഫിൽ മുഹാസബത്തി. ഖിബ്റത്തി ഹംസ സനവാത്ത് ഫിൽ മുഹാസബത്തി, അക്കൗണ്ടിങ്ങിൽ 5 വർഷം അനുഭവ പരിചയമുണ്ട് എനിക്ക് എന്ന് പറയാം. നിങ്ങൾക്ക് ഏതെല്ലാം ഭാഷ അറിയാം എന്നവരോട് പറയണമെങ്കിൽ അതകല്ലമു ബില്ലുഅത്തിൽ അറബിയ വൽ ഇംഗ്ലീസിയ, ഞാൻ അറബിയും ഇംഗ്ലീഷും സംസാരിക്കും എന്നെങ്ങനെ അറബിയിൽ പറയാം? അതകല്ലമു, ഞാൻ സംസാരിക്കും, ബില്ലുഅത്തിൽ അറബിയ വൽ ഇംഗ്ലീസിയ, ഞാൻ അറബിയും ഇംഗ്ലീഷും സംസാരിക്കും. അതകല്ലമു ബില്ലുഅത്തിൽ അറബിയ വൽ ഇംഗ്ലീസിയ, ഞാൻ അറബിയും ഇംഗ്ലീഷും സംസാരിക്കും എന്ന് പറയാം. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല കഴിവുണ്ട്, നല്ല നൈപുണ്യമുണ്ട് എന്നെങ്ങനെ അറബിയിൽ പറയാം? ഇന്ദി മഹാറത്തു ഫിൽ ലുഅത്തിൽ ഇംഗ്ലീസിയ, എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല കഴിവുണ്ട് എന്ന് പറയാൻ അറബിയിൽ ഇന്ദി മഹാറത്തു ഫിൽ ലുഅത്തിൽ ഇംഗ്ലീസിയ, എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല കഴിവുണ്ട്, ഇന്ദി മഹാറത്തു ഫിൽ ലുഅത്തിൽ ഇംഗ്ലീസിയ. അവർ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ്, പേപ്പേഴ്സൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഫല്ലൽ അല്ലെങ്കിൽ ഫല്ലലി എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇരിക്കുന്നത് പുരുഷനാണെങ്കിൽ ഫല്ലൽ യാ സയ്യിദ് അല്ലെങ്കിൽ ഫല്ലൽ യാ ഷെയ്ഖ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി മാനേജറാണെങ്കിൽ ഫല്ലൽ യാ മുദീർ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി മുന്നിലിരിക്കുന്നത് സ്ത്രീയാണെങ്കിൽ, സ്ത്രീ മാനേജറാണെങ്കിൽ ഫല്ലലി യാ മുദീറ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം.
അറബികൾ എപ്പോഴും പ്രസന്നതയോടും ബഹുമാനത്തോടും കൂടിയുള്ള രീതിയിൽ സംസാരിക്കുന്നവരെ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പെരുമാറുക. അത് കഴിഞ്ഞ് അടുത്തത് അവരോട് കണ്ടതിൽ സന്തോഷം, ഫുർസ സഈദ, കണ്ടതിൽ സന്തോഷം ഫുർസ സഈദ എന്ന് പറയുക. ഇങ്ങനൊരു അവസരം നൽകിയതിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്നൊരു വാക്കുകൂടി വേണമെങ്കിൽ പറയാം. ജസാക്കല്ലാ ഖൈർ, ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, ജസാക്കല്ലാ ഖൈർ എന്ന് പറയാം. അവസാനമായി മഅസ്സലാമ എന്ന് പറയുക. അവർ ശുക്രൻ എന്ന് പറയുമ്പോൾ ഫി അമാനല്ലാ, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയാം. എൻ്റെ വീഡിയോ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇൻ്റർവ്യൂ പാസ്സാവാനും നല്ല നല്ല ജോലികൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. മഅസ്സലാമ.